ശരത്ത് വലൊക്കെ ആയിട്ട് നടക്കണ്ടിട്ടാ, എന്തേലും കിട്ടുമെന്ന് അറിയില്ല. നേരത്തെ പോയ സ്ഥലം ഞങ്ങൾ ചേറ്റുവല തന്നെ വേറെ സ്ഥലം പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയിട്ട് ഒന്നും കിട്ടില്ല. നമ്മൾ അവൻ്റെ പിന്നിൽ ഇങ്ങനെ വരിയായിട്ട് പോവാണ്. ആശാന് വലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുന്നുണ്ട്, നോക്കെന്തേലും കിട്ടുമെന്ന്. വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ. ഇങ്ങനെ പരന്ന് കിടക്കണം ഇവിടെ. ആദ്യം തന്നെ വലൊക്കെ കവറിൽ നിന്ന് എടുത്ത് സെറ്റാക്കണ്ടിട്ടാ. അറിയില്ല എന്താ കിട്ടുമെന്ന് അറിയില്ല. വല ഇങ്ങനെ ഇട്ട വല ആദ്യമേ കവറിൽ നിന്ന് ഉണ്ടാക്കി പിടിച്ച വല ഇപ്പം ഇങ്ങനെ ഇട്ടാ കണ്ട, ഇങ്ങനെ മടക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് എടുക്കണത്. എന്താ കൈമ ഇട്ടുണ്ട്, മറ്റേ വജ്രായുധം കൈമ ഇട്ടുണ്ട്. എടാ ഇങ്ങനെ മടക്കിയിട്ട് കൈമ പിടിച്ചിട്ടാണ് സെറ്റാക്കണത്. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെയാണ് കറക്റ്റാക്കി സെറ്റാക്കണത് കാണിച്ചു തരാം. ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി കണ്ട, ഇപ്പുറത്തെ കൈമൊക്കെ ഇട്ടിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നോക്കാം. ഫസ്റ്റ് വലത് വീശാൻ പോവുന്നുണ്ട്, നോക്കാം. നല്ല അടിപൊളി സ്ഥലം അല്ലേ, നോക്കി. ചേറ്റുവ കേട്ടോ, അത് ചേറ്റുവ. സൂപ്പർ സ്ഥലം അല്ലേ, നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ മീൻ കിട്ടിയാലും മതി. ഫസ്റ്റ് വല വീശുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എന്തൊക്കെയോ മീനുകളുണ്ട്, എന്തൊക്കെ കുടുങ്ങിണ്ട്. ഇപ്പം തന്നെ പൊളക്കേണ്ടിട്ട മീൻ, എന്തൊക്കെയോ മീനിൻ്റെ പെലപ്പ് കുടുങ്ങിണ്ട്. കണമ്പ് ഫസ്റ്റ് വല തന്നെ ചാകര കേട്ടാ, ചാകര. ഫസ്റ്റ് വല ചാകര. ഇറങ്ങേണ്ടി വരുമോ ഇനി? നേരത്തെ നന്നായി മീൻ ഉണ്ടായിരുന്നു, ഇപ്പം അതൊക്കെ പോയിന്ന് തോന്നുന്നുണ്ട്. 2-3 എണ്ണപ്പോൾ കിടന്ന് പെടയുണ്ട്. കണ്ടിട്ടാ, മീനുണ്ട് ഇഷ്ടം പോലെ മീൻ. വേറെ കുറച്ച് മീൻ പോയിട്ടാ, മിസ്സായി. ഒരു പെലപ്പ് കംപ്ലീറ്റ് വീശിയതായിരുന്നു, മിസ്സായി. എന്നാലും കുഴപ്പമില്ല, നമുക്കൊരു 3-4 മീൻ ഉണ്ട്. കണമ്പെന്നാ പറയുക മീനിൻ്റെ പേര്. എന്നാലും ഫസ്റ്റ് വല എന്തായാലും മീൻ ഇല്ലാണ്ടായില്ലല്ലോ. ഫസ്റ്റ് മീൻ തന്നെ വല തന്നെ കിട്ടി. ഇതാണ് മീൻ കേട്ടാ. ഉണ്ട് കേട്ടാ, 6-7-8 എണ്ണം ഉണ്ട്. മീൻ കിട്ടി. ഇപ്പം എന്തായാലും സക്സസ് ആണ്. കണ്ടാ മീൻ കണ്ടാ, എന്തായാലും വന്ന വെറുതെ ആയില്ല കേട്ടാ. വലയൊക്കെ കുടഞ്ഞിട്ട് മീനൊക്കെ എടുക്കേണ്ട വന്നെന്തായാലും അടിപൊളിയായി. ഇന്ന് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും നേരം കൊണ്ട് ഇവനെ ആയിട്ടുണ്ട് ഇറങ്ങിയതാണ്. വല വീശി പിടിക്കാം, മീൻ പിടിക്കാന്നുള്ളൊരു ത്രില്ല്. അപ്പം അങ്ങനെ ഇറങ്ങി നോക്കിയതാണ്. അപ്പം ഇതാട്ടെ നമ്മളെ മീൻ ഇത് കണമ്പെന്ന് പറയും. ഇതാണ് മീൻ. ഈ മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത വലയ്ക്ക് കിടക്കാം. അടുത്ത വല എന്തായാലും മീൻ കവറിൽ പറക്കിയിട്ടേ എന്തായാലും അടുത്ത വലയ്ക്ക് കിടക്കട്ടെ. അടുത്ത വല വീശല്. ഇതിൽ ഫസ്റ്റ് വല തകർത്ത്. എന്താ ബാക്ക്ഗ്രൗണ്ട് അല്ലേ, പക്ക സ്ഥലം കേട്ടാ. ആ കാണുന്ന ചേറ്റുവ കണ്ടൽക്കാടാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ സൈഡിലാണ് ഇത്. ഈ മണ്ണ് ഹൈവേക്ക് വേണ്ടിയിട്ട് മണ്ണ് മാന്തണ മെഷീനാണ്, ബോട്ടാണ് ഒക്കെ എടുക്കുന്നത്. അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് പോകണ്ടിട്ടാ. അടുത്ത വലയിലും എന്താ മീൻ നോക്കാം. ഇതുപോലെ മീൻ കിട്ടിയാൽ മതി ഒറ്റ വലക്ക്, അത് കവറ് നിറയും. പിന്നെ എന്തായാലും വെറുതെ ടൈം പാസിന് വേണ്ടി വന്നതാ. എന്തായാലും ഇങ്ങനെ ഒരു ഇതായി. അടുത്ത വല വീശിണ്ട് കേട്ടാ. ആ വലയിൽ ഒരു കണമ്പുണ്ട് കേട്ടാ, ഒരു കണമ്പ്. പിന്നെ എന്താ മുള്ളനാണ്, ചെറിയ മീനാണ് കേട്ടാ. എന്തായാലും ആ വലയും കാലി വല ആയില്ല, കറക്റ്റ് ഒരു മീൻ ഉണ്ടായിരുന്നു. അവിടെയാണ് കേട്ടോ മീൻ, അവിടെയാണ്. ഒരു മുള്ളനുണ്ട് കേട്ടോ, മുള്ളൻ്റെ കുട്ടിയുണ്ട്. ഭാഗ്യമില്ലാത്ത മീൻ. ഇവര് രേഷ്മ വന്നിട്ടുണ്ട് കേട്ടോ. അവന് വീശാൻ വേണ്ടിയിട്ട്, വീശിനെ കാണാൻ വേണ്ടി വന്നതാണ്. ശരത്താണ് ഇന്നത്തെ താരം. ശരത്ത് ഇന്ന് മീനിന്ന് പിടിച്ച് കവറ് നിറക്കുന്ന പറഞ്ഞിട്ട് വന്നുള്ളത്. ഇങ്ങനെ വലൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കേട്ടോ. വല കറക്റ്റായിട്ട് കണ്ട ചെളിന്നൊക്കെ ഇതിലുള്ള കച്ചറ ഇതൊക്കെ വൃത്തിയാക്കണ ഈ കാണുന്നത്. എന്നാലേ വല പോലെ വിരിയുള്ളൂ. അങ്ങനെയൊക്കെയാണ് വല വൃത്തിയാക്കണടാ. അതിങ്ങനെ നീട്ടി വലിക്കണതൊക്കെ വല ആക്കണ്ട, അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ ചെയ്താലാണ് വല കറക്റ്റ് റൗണ്ടായിട്ട് വിരിയുള്ളൂ.
ഇപ്പം നമ്മൾ അടുത്ത മീൻ ഇതൊക്കെ എടുക്കണം. അടുത്ത മീൻ ഇട്ടാ അത് ഞാൻ കവറിക്ക് എടുത്തിടാൻ പോവാട്ടാ. എന്താ ഭംഗിയില്ലേ, നല്ല രസമുണ്ട് കേട്ടാ. സ്കൈ കാണാനും എല്ലാത്തിനും അടിപൊളി. ആ വ്യൂ നോക്കിയേ, എന്താ ഭംഗിയില്ലേ, പക്ക ഭംഗിട്ടാ. ഓക്കെ, എന്താ രസമല്ലേ. അതിനൊപ്പം വീശണ ഇതും കൂടി ആംഗിളും കൂടി വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. നോക്കി കണ്ട ഈ കുട്ടനാടൻ ലുക്കില്ലേ, അതുപോലെ വീശിയുണ്ട്. മീനുണ്ടോ നോക്കട്ടാ. ഓമ്പാ, ഇതിലും മീൻ തന്നെ, ഇതിലും നന്നായിട്ട് മീനുണ്ട്. പക്ഷേ വലയുടെ കണ്ണി ചെറുതാ, അപ്പം അത് കാരണം അല്ല കണ്ണി വലുതും മീൻ ചെറുതുമാണ്. അപ്പം അത് കാരണം ഒക്കെ മിസ്സായി പോകണ, ചാടി പോകണണ്ട. അങ്ങനെ ചാടി പോവുന്നുണ്ട് കണ്ട. വല കയറി വരുമ്പോൾ മീനുകൾ കണ്ട. നേരത്തെ മീനുകൾ തന്നെയാണ് കേട്ടാ. ഈ കച്ചറൊക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ആ വലയുടെ ഗ്യാപ്പിൽ നിന്ന് മീനുകളൊക്കെ മിസ്സായിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ സൈഡിൽ വലിക്കുമ്പേ മിസ്സാവണുണ്ട്. എന്നാലും ഉണ്ട് വലയിൽ മീനുണ്ട്. ചെളിയുണ്ട് കേട്ടോ ഗൈസ്, നന്നായി ചെളിയുണ്ട്. ഒരു മീൻ അതിൽ നിന്ന് മിസ്സായിട്ടാ, വലയിൽ നിന്ന് ചാടിപ്പോയി ഒരു മീൻ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെയാണ് വല ക്ലീൻ ആക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാം. അവിടെയാണ് മീനുണ്ടാവുക, മീനിടണത്. ആ വല അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കണ്ടാവും. എനിക്ക് അതിൽ പോകാൻ പറ്റില്ല, ചെളിയായ കാരണേ. അപ്പോൾ ഞാൻ ഇതിലെ വേറൊരു ഷോർട്ട് കട്ട് എടുത്തിട്ട് അതിലെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആകെ ചുള്ളിയും കമ്പും എല്ലാം ഉണ്ട് കേട്ടോ. എന്തായാലും നല്ല സാഹസികമായിട്ട് എടുത്തിട്ട് പോകണം. ഇതാണ് മീനുകൾ കേട്ടോ. മീനുകളത് പുറത്തേക്ക് എടുത്ത് തുടങ്ങി. 4-5 മീനുണ്ട് കേട്ടോ, കുഴപ്പമില്ല. 5-6 ഉണ്ട്. ഇതേപോലെ കിട്ടിയാൽ മതി, ഒരേ വിലക്ക് ഇത്ര മീനുകൾ കിട്ടിയാൽ മതി. അപ്പോൾ ഇതിന് സെറ്റാവും. ഇങ്ങനെ മെല്ലെ പയ്യെ കിട്ടിയിട്ട് തന്നെയാണ് കേട്ടോ എല്ലാ മീനുകളും കവർ നിറയണത്. സാഹസികമായിട്ട് നടക്കണ്ടാ. ഭയങ്കര ചെളിയാണ്. ഞാനവിടെ തന്നെ നിൽക്കണം. നല്ല ചെളിയുണ്ട് കേട്ടോ. അവിടെ ഞാനവിടെ പോകണില്ല. ഞാൻ എന്തായാലും പിന്നെ ചെളിയിൽ താന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ അവൻ അവിടെ വീശയുണ്ട്, നോക്കാം മീൻ കിട്ടുമോ നോക്കാം. നല്ല വെയിലുണ്ട് കേട്ടോ. അടുത്ത ഇത് അതിൽ മീൻ ഉണ്ട് കേട്ടോ. മീനുണ്ട്, കുഴപ്പമില്ല. ഈ മീൻ തന്നെയാണ് കേട്ടോ കിട്ടണത്. ഈ കണമ്പെന്ന് പറഞ്ഞാൽ ചെറിയ കണമ്പിൻ്റെ കുട്ടികളാണ്. ഇത് മുളകിട്ട് വറ്റിക്കാൻ അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മീൻ. എന്നിട്ട് ഇത് അതിൽ 2-3 ഉള്ളു കേട്ടോ, അധികമില്ല. ഞണ്ടിനെ നോക്കി, ഞണ്ടിൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. കുട്ടി കണ്ടാ. ഞാനിടയ്ക്ക് കുറച്ചുകൊണ്ട് കയറുന്നതാ. അപ്പോൾ അവനവിടെ വെയിൽ കൊണ്ടിട്ട് വീശുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് ഈ വീശിയ വലയിൽ മീനുണ്ടോ നോക്കാം. മീനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകണുള്ളൂ. എല്ലാത്തിലും ഒരേപോലെ മീൻ കിട്ടണില്ല കേട്ടോ. അങ്ങനെയുണ്ട്. കുറച്ച് നേരം വലയിൽ മീൻ കിട്ടും, ചിലയിൽ കിട്ടില്ല. പിന്നെ ഇപ്പോൾ സീസണൊന്നല്ല, വെള്ളമില്ല. അപ്പോൾ അങ്ങനെ വന്നതാണ്, ഒരു ടൈം പാസ് എന്ന് പറഞ്ഞ ലെവലിൽ വന്നതാണ്. അടുത്ത വല വീശുന്നുണ്ട് കേട്ടോ. അടുത്ത വല വീശാൻ പോവേണ്ട നോക്കട്ടാ. ഇപ്പോൾ 2-3 വല വീശിയിട്ട് ഇപ്പോൾ എന്തായാലും ശോകമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ല, ഒന്നും കിട്ടണമില്ല. ഞാനവിടെ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല വെയിലത്ത് പൊരി വെയിലാണ്, അതിൽ വീശയുണ്ട്. അതിൽ വഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ സുഖം കേട്ടോ, വഞ്ചിയിൽ പോയിട്ട് വീശാം. പക്ഷെ വഞ്ചി ഇവിടെ നിന്ന് കിട്ടാനില്ല. നോക്കട്ടെ, വഞ്ചി കിട്ടാൻ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വഞ്ചിയിൽ പോണ വീഡിയോ എടുക്കാം കേട്ടോ. നമുക്ക് വഞ്ചി പോയിട്ട് വീശണ ഒരു വീഡിയോ എടുക്കാം. സ്ഥലം നോക്കിയാൽ എന്താ ഭംഗിയില്ലേ, ഒരു ബോട്ട് മുങ്ങി കിടക്കുന്ന പോലെ അല്ലേ. ഈ മെഷീനാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് മണ്ണ് ആ പുഴയിൽ നിന്ന് മണ്ണെടുക്കണ കേട്ടോ. മണ്ണെടുക്കണ മെഷീനാണ്, ബോട്ടാണത്. അതിപ്പോൾ ഇവിടെ കറക്കി കെട്ടിയിട്ടിരിക്കുക, എന്താണെന്നറിയില്ല, മണ്ണെടുത്ത് കഴിഞ്ഞാന്നറിയില്ല. അപ്പോൾ ഇതേ അവിടെ വല വീശുണ്ട്. ഒരു മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു വല മീൻ കിട്ടിയിട്ടുണ്ട്. നോക്കാം എന്താ ഭംഗിയില്ലേ നോക്കിയേ. അടുത്ത വല വീശാൻ വേണ്ടിയിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കട്ടാ. ഇവിടെ നല്ല ആഴമുള്ള സ്ഥലം തോന്നിട്ട്, നല്ല ആഴമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മീനുണ്ട് കണ്ട, മീൻ ചാടിപ്പോണ കണ്ട. അത്
വല വലയുടെ കണ്ണിയുടെ സൈസേ വലുതും മീൻ ചെറുതുമാണ്. അതാണ് കുഴപ്പമില്ല. നമ്മൾ ചെറിയ മീൻ കുട്ടികളും പിടിക്കണില്ല കേട്ടാ. ഇതാണ് ചേറ്റുവ കണ്ടൽക്കാട്. കാണുന്നതൊക്കെ ചേറ്റുവ കണ്ടൽക്കാട്. ഇതിലൊന്നുമില്ല കേട്ടാ, ഇതിലൊന്നുമില്ല, മീനൊന്നുമില്ല ഗൈസ്. ഇതേപോലെ കേട്ടോ ഇങ്ങനെ കറങ്ങിയിട്ടാണ് വല വൃത്തിയാക്കണം. അതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചെടുക്കണം. അപ്പോൾ വല ക്ലീൻ ആവും. വല ഇട്ടതിൽ ഒരു മീൻ കുടുങ്ങിട്ടാ. അതെന്താ ഇതിൽ ഒരു മീൻ കുടുങ്ങി അതിലുണ്ട്. അതിനെന്തെങ്കിലും എടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ആ ബോട്ടല്ല, അത് മണ്ണെടുക്കണ എന്തോ ഒരു മെഷീനാണ്. അങ്ങനെ കുറേ ഇതൊക്കെ ഇത്തളും അതൊക്കെ കുറേ പിടിച്ചിട്ട് അതുമില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ എടുക്കണതാവും. എൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്ത പോലെ കാണുന്നത്. ഈ മീനാട്ടെ നമുക്കിപ്പോൾ വല ക്ലീൻ ആക്കാൻ വേണ്ടി ഇട്ടപ്പോൾ കിട്ടിയത് അറിഞ്ഞില്ലെന്നൊക്കെ പറയട്ടെ. ഇതാണ് അറിഞ്ഞില്ല മീൻ. എന്താ ഭംഗിയില്ലേ. വെറുതെ ഇങ്ങനെ വെയിലൊന്നും ഇല്ലെങ്കിൽ നല്ല രസത്തിൽ ഇവിടെ ഇരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാ. നല്ലൊരു അടിപൊളി സ്പോട്ടാണ്. എന്താ ഭംഗി. നമ്മൾ പിന്നെ ഇങ്ങനെ വന്നത് മീൻ പിടിച്ച് കഴിക്കാന്നുള്ള മാത്രമല്ല കേട്ടാ. മീൻ പിടിക്കണേലും പിന്നെ ഇങ്ങനെ നടക്കണേലും ഒരു ത്രില്ല് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. അല്ലാണ്ട് മീൻ മാത്രം പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടില്ല. അതെല്ലാ വീശക്കാരും മീൻ പിടുത്തക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടാ. ഉപജീവന മാർഗ്ഗമല്ലേ നമ്മളത്. അതുണ്ട് നമ്മളൊരു ടൈം പാസ്. അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. അതാണ് കേട്ടോ. കാണണ്ട ചേറ്റുവ കണ്ടൽക്കാട് കാണിച്ചു തരാം. കണ്ട ഇതാണ് ചേറ്റുവ കണ്ടൽക്കാട്. അതോടൊപ്പം തന്നെ ഇവിടെ വല എന്തിലോ കുടുങ്ങിയിട്ട് കേട്ടാ. നമ്മളെ വല കുടുങ്ങിയിട്ട് കല്ലിലോ എന്തിലോ കുടുങ്ങിയിട്ട് നമുക്ക് പണി കിട്ടി ഗൈസ്. വലിച്ചെടുക്കേണ്ട. എവിടെയോ ഒരു കുറ്റിയാണ് എന്തൊരു കുടുങ്ങിയുള്ളതാണ്. വല ഊരാൻ നോക്കിയുണ്ട്. സൂക്ഷിച്ചിറങ്ങിട്ടാ, ചെളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അധികണ്ട് ഇറങ്ങണ്ടട്ടാ. വല വീശണതിൽ ഇങ്ങനെ റിസ്കുകൾ ഉണ്ട് കേട്ടാ. ചില സമയത്ത് ജീവൻ വരെ പണയം വെച്ചിട്ട് പോയി നമ്മൾ ഇറങ്ങേണ്ടൊക്കെ വരും. അങ്ങനെയൊക്കെയാണ്. ഇത് മീൻ കഴിക്കണേ, വീട്ടിലേക്ക് മീൻ എത്തിക്കുമ്പോൾ കുറേ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. നമ്മൾ പൈസ കൊടുത്തിട്ട് മീൻ വാങ്ങണവരിതൊന്നും അറിയില്ല കേട്ടാ. മീൻ്റെ ഒരു പലപ്പും കുടുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അവിടെ കുടുങ്ങുകയും ചെയ്തു. അല്ലേ വടി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വടി ഇവിടെ എവിടെയെങ്കിലും വടി കഷ്ണം ഉണ്ടോ നോക്കട്ടെ. അല്ല വടി ഉണ്ടോ നോക്കോ. വടി വല കുടുങ്ങി. ആളുണ്ട്, ചെറിയ ആളുള്ള. വടി കാണുന്നില്ല ഗൈസ്. വടി ഒരു മടൽ കിട്ടിയിട്ടുണ്ട്. മടൽ എടുക്കേണ്ട. അതെടുത്ത് കൊടുക്കട്ടെ. നോക്കാം. മടൽ കൊടുക്കണത് റിസ്ക്കാണ്. ഈ മടലിൻ്റെ സൈഡിലുള്ള ഓലടതൊക്കെ നെറ്റുമ്മ കയറി പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ സാഹചര്യം മനസ്സിലാക്കിയിട്ട് വടി കൊടുക്കാൻ പോകണേ. ഇങ്ങനെയൊക്കെ കേട്ടാ മീൻ പിടുത്തം പറഞ്ഞ ഇതൊക്കെയാണ് പ്രാന്തോ. ഇങ്ങനത്തെ ഓരോ ഇതുകൾ കിട്ടിയാലേ ഇതാ വടി കൊടുത്തിട്ടാ.
മടൽ അങ്ങനെ ഇടുന്നത് സേഫ് അല്ല, എന്നാലും നമ്മൾ ഇറങ്ങണായിട്ട് സേഫാണ്. വല കയറിയാലും നമ്മൾ ഇറങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു കുറ്റിയുള്ളോ, അത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. നല്ല ആഴത്തിലുണ്ടാ, അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ലേ. നമ്മൾ എന്തെങ്കിലും വല നിർത്തുക, വീശിൽ നിർത്തുക, ചെറുതായിട്ടൊന്ന് കീറി. അപ്പോൾ അതെ, ഇതൊക്കെ അതിൽ കിട്ടിയ മീനാണ്. ഇനിയിപ്പോൾ വീശിയിട്ട് കാര്യമില്ല, ഒരുവിധം അതാ അവിടെ ചെറിയ കെട്ടും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ വല നിർത്തുകയാണ് വീശൽ. അപ്പോൾ എന്തായാലും വല റെഡി ആക്കിയിട്ട് അടുത്ത വീശലിന് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയ വീഡിയോ കേട്ടോ, നമ്മൾ ലെങ്ത് ആക്കണില്ലത്, ചെറിയ വീഡിയോ ആണ്. ഇതേക്ക് എടുക്കണം കേട്ടോ മീനുകൾ. ഗൈസ്, ഇത്രയും മീനപ്പോൾ നമുക്ക് കിട്ടിയിട്ടാ, ഇത്രയും മീൻ കിട്ടി നമുക്ക് അറിഞ്ഞ്.